ടോപ്പ് പ്ലസ് ചാനലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. 5ാം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് ലഭിക്കാൻ സഹായകമാകുന്ന പാഠഭാഗങ്ങളാണ് ഈ ചാനലിൽ വിവരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 3ാം പാഠത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ഇന്നത്തത്. അദർസു സാലിസു അൽ മിയാഹു. മിയാഹു എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ബഹുവചനമാണ്. മിയാഹ്, വെള്ളങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ പെട്ടതാണല്ലോ അശുദ്ധികളിൽ നിന്നും നജസുകളിൽ നിന്നും ശുദ്ധിയായിരിക്കൽ. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ പെട്ടതാണ്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, വുളുഇൻ്റെ ഷർത്തുകൾ. അപ്പോൾ അതിൽ നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ പെട്ടതാണ് എന്ത്? അശുദ്ധികളിൽ നിന്നും നജസുകളിൽ നിന്നും ശുദ്ധിയായിരിക്കുക എന്നത്. ശുദ്ധിയാക്കാൻ വെള്ളം വേണം. വെള്ളം 3 വിധമാണ്. ഏതെല്ലാമാണ്? തൊഹൂർ, ത്വാഹിർ, നജസ്. ഇത്തരത്തിൽ 3 തരം വെള്ളമാണ് ഉള്ളത്. അതിൽ നമുക്ക് തൊഹൂറായ വെള്ളം എന്താണെന്ന് നോക്കാം. അത്തൊഹൂറു, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ് തൊഹൂറായ വെള്ളം. ഇത് മുത്ലഖായ വെള്ളം എന്നും ഇതിന് പേര് പറയും. അപ്പോൾ തൊഹൂറിന് മറ്റൊരു പേര് മുത്ലഖായ വെള്ളം. ഇനി ഏതെല്ലാമാണ് തൊഹൂറായ വെള്ളം എന്ന് പരിശോധിക്കാം. കിണറിലെ വെള്ളം തൊഹൂറായ വെള്ളമാണ്. അതുപോലെ കുളത്തിലെ വെള്ളം, പുഴവെള്ളം, കടൽ വെള്ളം മുതലായവയെല്ലാം എന്താണ്? ശുദ്ധമായ തൊഹൂറായ മുത്ലഖായ വെള്ളമാണ് എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ വെള്ളം എന്താണ്? ത്വാഹിർ. ത്വാഹിറായ വെള്ളം, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമായ വെള്ളത്തിനേക്കാണ് എന്ത് പറയുക? ത്വാഹിറായ വെള്ളം എന്ന് പറയുക. എന്താണ് അതിന് ഉദാഹരണം? കഞ്ഞിവെള്ളം, ഇളനീർ വെള്ളം, പനനീർ വെള്ളം, ഇവയെല്ലാം സ്വയം ശുദ്ധിയുള്ളതാണ്. കഞ്ഞിവെള്ളം നമ്മൾ കുടിക്കാറുണ്ടല്ലോ, ഇളനീർ നമ്മൾ കുടിക്കാറുണ്ട്, അതുപോലെ നാരങ്ങ വെള്ളം നമ്മൾ കുടിക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുകയില്ല. ഇളനീർ വെള്ളം കൊണ്ട് ആരെങ്കിലും കുപ്പായം അലക്കാറുണ്ടോ? കഞ്ഞിവെള്ളം കൊണ്ട് ആരെങ്കിലും കുളിക്കാറുണ്ടോ? അതൊന്നുമില്ല, ശുദ്ധിയാക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള വെള്ളത്തിനാണ് ത്വാഹിറായ വെള്ളം എന്ന് പറയുന്നത്. ഇനി അടുത്ത വെള്ളം നജിസ്, അല്ലേ? നജസ് കലർന്ന വെള്ളം എന്താ? അല്ലെങ്കിൽ നജസായ വെള്ളം. അതാണ് സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമായ വെള്ളത്തിനേക്കാണ്. അപ്പോൾ അത് സ്വയം ശുദ്ധിയില്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ അതുകൊണ്ട് കഴിയുകയുമില്ല. അത്തരത്തിലുള്ള വെള്ളമാണ് നജിസായ വെള്ളം. ഉദാഹരണം എന്താണ്? മൂത്രം, അതുപോലെ മറ്റുള്ള നജസ് കലർന്ന രക്തം, അതൊക്കെ നജിസായ വെള്ളമാണ്, അല്ലേ? മുത്തനജിസായ വെള്ളം എന്നും പറയും. നജസ് കലർന്നാൽ അതിനെ മുത്തനജിസ് എന്നും പറയും. അപ്പോൾ മൂത്രം സ്വയം ശുദ്ധിയുണ്ടോ? ഇല്ല. അതുകൊണ്ട് മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും പറ്റുകയില്ല. ഇനി അടുത്ത് പറയും നോക്കൂ. ഫർളായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് മുസ്തഅമൽ എന്നും നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുത്തനജിസ് എന്നും പറയും. അപ്പോൾ 2 തരം എക്സ്ട്രാ വെള്ളങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. എന്താണ്? മുസ്തഅമലായ വെള്ളം, ഫർളായ ശുദ്ധീകരണത്തിൽ, അഥവാ ഒരാൾ വുളൂ ചെയ്ത വെള്ളം, ആ വെള്ളത്തിനേക്കാണ് എന്ത് പറയുക? മുസ്തഅമലായ വെള്ളം എന്ന് പറയുന്നത്. എന്നാൽ അല്പം നജസ്, കാഷ്ടം അല്ലെങ്കിൽ മൂത്രം കുറച്ച് വെള്ളത്തിലേക്ക് ചേർന്നാൽ ആ വെള്ളം എന്ത് വെള്ളമാണ്? മുത്തനജിസ് എന്നാണ് അതിനെ പറയപ്പെടുക. അവ രണ്ടും ഒരുമിച്ച് കൂടി 2 കുല്ലത്തായാൽ പകർച്ച ഇല്ലെങ്കിൽ തൊഹൂറാണ്. ഇനി ഒരാൾ ഒളുവെടുത്ത് അങ്ങനെ കുറേ വെള്ളമായി, അത് 2 കുല്ലത്ത് വെള്ളം ആയി, അഥവാ 200 ലിറ്റർ വെള്ളം ആയിക്കഴിഞ്ഞാൽ അതിന് വാസനയും ഇതൊന്നും ഇല്ലെങ്കിൽ നല്ല വെള്ളമായിട്ട് തൊഹൂറായ നല്ല ഒളു ചെയ്യാൻ പറ്റിയ വെള്ളമാകും. അതുപോലെ തന്നെ മുത്തനജിസായ വെള്ളം
കുറേ മുത്തനജിസായ വെള്ളം കൂടി 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 അത് 200 ലിറ്റർ 2 കൊല്ലത്തായ ആ വെള്ളവും നമുക്ക് വുളൂ ചെയ്യാനും കുളിക്കാനും ഒക്കെ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് എന്താ പറയുന്നത്, 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ തന്നെ മുത്തനജ്ജിസാകും. ഇനി കുറഞ്ഞ വെള്ളമേ ഉള്ളൂ, 2 കൊല്ലത്തൊന്നുമില്ല, 100 ലിറ്റർ വെള്ളമേ ഉള്ളൂ, അതിലേക്ക് കാക്ക കാഷ്ടിച്ചു, അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി വന്ന് മൂത്രമൊഴിച്ചു, അല്ലെങ്കിൽ അല്പം കാഷ്ടായി, ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അതെന്താകും, അത് മുത്തനജ്ജിസ് ആകും. ഇനി എന്താ പറയുന്നത്, 2 കൊല്ലത്ത് ഉണ്ടെങ്കിൽ പകർച്ച ആയാൽ മാത്രമേ മുത്തനജ്ജിസ് ആവുകയുള്ളൂ. ഇനി 200 ലിറ്റർ വെള്ളം ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ആ 200 ലിറ്റർ വെള്ളത്തിലേക്കാണ് കുറേ കാഷ്ടവും മൂത്രമൊക്കെ ആയി അത് വാസനിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് എന്താകുന്നത്, ആ വെള്ളം മുത്തനജ്ജിസായി മാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, 3 തരം വെള്ളങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. ഒന്ന് ത്വഹൂർ, മറ്റൊന്ന് ത്വാഹിർ, മറ്റൊന്ന് നജസ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തദ്രീബാത്ത് ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്കെടുക്കാം. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.